CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ചെങ്കോട്ടയിൽ വ്യാഴാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മേഖലയിലെ 2500ഓളം വിദ്യാർത്ഥികൾക്ക് മഹാത്മാഗാന്ധിജിയുടെ മുഖചിത്രത്തോടുകൂടിയ നോട്ടുപുസ്തകങ്ങൾ സമ്മാനമായി നൽകി. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ തിരങ്ക 2024 സംഘടിപ്പിച്ചു. ദേശീയ പതാകയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തിരങ്ക 2024 സംഘടിപ്പിച്ചത്. തൃശൂർ കുറ്റിപ്പുറം പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ്. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം സമാപിച്ചു. മന്ദരാകുന്ന് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ഗുഡ്സ് പിക്കപ്പ് പാലത്തിനു മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞ അപകടം. പിതാവിനും മകനും പരിക്കേറ്റു. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി മുക്രിയകത്ത് അഷ്റഫ്, മകൻ ഷബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ ശതാബ്ദി തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. 1924 സ്ഥാപിതമായ ദേവാലയത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ സമാപനവും നവീകരിച്ച മുഖമണ്ഡപത്തിന്റെ ആശീർവാദവും വ്യാഴാഴ്ച നടക്കും. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ ശതാബ്ദി തിരുനാളിനോടനുബന്ധിച്ച് വൈദിക സന്യസ്ത സംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് ദേശീയപാത 66-ൽ തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശികളായ ഇർഷാദ്, ആസിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മാവ് കടപുഴകി വീണു. തിരുവത്ര കോട്ടപ്പുറം മരക്കമ്പനിയുടെ കിഴക്കുഭാഗം താമസിക്കുന്ന നാലകത്ത് ഹനീഫയുടെ വീടിന്റെ മുൻവശത്തുള്ള മാവാണ് കടപുഴകി വീണത്. 2024 വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് തൃശൂർ സിറ്റി യൂണിറ്റിൽ സബ് ഇൻസ്പെക്ടറായ ബാബുരാജ് അർഹനായി. ക്യാൻസറിന്റെ നീരാളി കൈകളിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കുകയാണ് ആറ്റത്ര സ്വദേശികളായ ദമ്പതികൾ. കണ്ണനായ്ക്കൽ ബാബു, LC എന്നിവരാണ് ക്യാൻസർ പിടിപെട്ട് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. വയനാട്ടിലെ വിദ്യാർത്ഥികൾക്കായി KSU കാട്ടക്കമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നോട്ട്ബുക്ക് ചലഞ്ചിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ 60ാം ജന്മദിനത്തിൽ ആസാദ് ഫൗണ്ടേഷനും കോൺഗ്രസ് സോഷ്യൽ മീഡിയ കൂട്ടായ്മയും തൃശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ച 1000 നിർധന രോഗികൾക്കുള്ള ശസ്ത്രക്രിയാ ചികിത്സാ പദ്ധതികളുടെ 1ാം ഘട്ട ക്യാമ്പ് ഔദ്യോഗിക പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും നടത്തി. തൃശൂർ പോലീസ് കമ്മീഷണറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസാഫ് ടീം അംഗം S. ശരത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. ആലപ്പുഴ മണ്ണഞ്ചേരി കാവുങ്കൽ സ്വദേശിയാണ്. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ അടുക്കളത്തോട്ട നിർമ്മാണ ഉദ്ഘാടനവും പച്ചക്കറി തൈകളുടെ വിതരണവും കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ നിർവഹിച്ചു. വടക്കേക്കാട് തിരുവള്ളന്നൂർ ഹൈസ്കൂൾ 1988-89 SSLC ബാച്ച് ഖൽബിലെ തിരുവള്ളന്നൂർ എന്ന കൂട്ടായ്മയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പുന്നൂർക്കുളം ചമ്മന്നൂർ GMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണം നടത്തി. തിരുവത്ര കുമാർ AUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മകളിലെ അക്ഷരമുറ്റം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ എടക്കഴിയൂർ സ്വദേശിക്ക് ധനസഹായം കൈമാറി. വടക്കേക്കാട് തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വാർഷിക പൊതുയോഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി. തൃശൂർ കുന്നംകുളം റോഡിലൂടെയുള്ള യാത്രയുടെ ദുരിതാവസ്ഥയെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന മഷിനോട്ടം എന്ന ട്രോൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വർഷങ്ങളായി റോഡ് മരണക്കെണിയായി കിടക്കുന്നതിനോടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ ഷോർട്ട് ഫിലിം എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ പ്രാദേശിക സമ്മേളനം നടന്നു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ നടന്ന സമ്മേളനം ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദിർ ഉദ്ഘാടനം ചെയ്തു. കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പൂർവ്വ വിദ്യാർത്ഥികൾ 27 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. 1996-97 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഓർമ്മകളിലെ സൗഹൃദം കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ CITU തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലനിറ ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.